Hello everyone, welcome to our YouTube channel Knowledge Junction Learn with Sweetie. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇടിമിന്നലിനെ കുറിച്ചും ഇടിമിന്നലെ സമയത്ത് സ്വീകരിക്കേണ്ട ജാഗ്രതാ നിർദ്ദേശങ്ങളെക്കുറിച്ചും ഇടിമിന്നൽ ഏറ്റുകഴിഞ്ഞാൽ സ്വീകരിക്കേണ്ട പ്രഥമ ശുശ്രൂഷകൾ എന്തൊക്കെയാണെന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാനായി പോകുന്നത്. വീഡിയോ കൂടുതൽ വ്യക്തതയോടുകൂടി കാണാൻ നിങ്ങൾ നിങ്ങളുടെ ഫോൺ റൊട്ടേറ്റ് ചെയ്യുക. ഇടിമിന്നൽ ഇക്കാര്യങ്ങൾ പഠിച്ചിരിക്കണം. പ്രഥമ ശുശ്രൂഷ ഇങ്ങനെ. സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ കനത്ത മഴയാണ് അനുഭവപ്പെട്ടത്. ഇടിമിന്നലിനെ ലാഘവത്തോടെ കാണുന്നത് വൻ അപകടങ്ങൾ വരുത്തിവെക്കും. ഇടിമിന്നൽ സമയത്ത് എന്തെല്ലാം മുൻകരുതലുകൾ വേണം? ആവശ്യമെങ്കിൽ ഉടൻ പ്രഥമ ശുശ്രൂഷ എങ്ങനെ നൽകണം? ഇക്കാര്യങ്ങൾ അറിഞ്ഞു വയ്ക്കാം നമ്മുടെ വീഡിയോയിലൂടെ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കുട്ടികൾ ഇടിമിന്നലുള്ള സമയത്ത് തുറസായ സ്ഥലത്തും ടെറസിലും കളിക്കുന്നത് ഒഴിവാക്കുക. തുറസായ സ്ഥലത്തുള്ളതും മതിയായ സുരക്ഷാ കവചമില്ലാത്തതുമായ ടവറുകൾ, കളപ്പുരകൾ, ചെറുകെട്ടിടങ്ങൾ, കുടിലുകൾ എന്നിവ അപകടകരമാണ്. സുരക്ഷാ കവചമില്ലാത്ത വൈദ്യുത ലൈനുകൾ, ലോഹഘടനകൾ എന്നിവയുടെ സമീപ സ്ഥലങ്ങളിൽ നിൽക്കരുത്. ഇടിമിന്നലിൻ്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാലുടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. മഴക്കാർ കാണുമ്പോൾ തുണികളെടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ പോകരുത്. ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. വയർ ഉപയോഗിച്ച് ബന്ധിപ്പിച്ച ഫോണുകൾ ഉപയോഗിക്കുന്നത് അപകടകരമാണ്. ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക. കൈകാലുകൾ പുറത്തിടാതിരിക്കുക. വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും. സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലൂടെയുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കുകയും ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായൊരു കെട്ടിടത്തിൽ അഭയം തേടുകയും വേണം. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങുവാൻ പാടില്ല. കാർമേഘങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മത്സ്യബന്ധനം, ബോട്ടിംഗ് തുടങ്ങിയ കാര്യങ്ങൾ നിർത്തി ഉടനെ അടുത്തുള്ള കരയിലേക്ക് എത്താൻ ശ്രമിക്കണം. ഇടിമിന്നലുള്ള സമയത്ത് ബോട്ടിൻ്റെ ഡെക്കിൽ നിൽക്കരുത്. ചൂണ്ടയിടുന്നതും വലയെറിയുന്നതും ഇടിമിന്നലുള്ള സമയത്ത് നിർത്തിവെക്കണം. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുത ബന്ധം വിച്ഛേദിക്കുക. ജനലും വാതിലും അടച്ചിടുക. സൈക്കിൾ ചവിട്ടുന്നതും കുതിരയെ തെളിക്കുന്നതും മോട്ടോർ സൈക്കിൾ, ഓപ്പൺ ട്രാക്ടർ എന്നിവ ഓടിക്കുന്നതും ഒഴിവാക്കുക. മോട്ടോർ കാറിനോട് ചേർന്ന് നിൽക്കുന്നതും അതിൽ ചാരി നിൽക്കുന്നതും കഴിവതും ഒഴിവാക്കുക. ലോഹവസ്തുക്കളുടെ സ്പർശനമോ സാമീപ്യമോ പാടില്ല. വൈദ്യുത ഉപകരണങ്ങളുടെ സാമീപ്യവും ഒഴിവാക്കുക. ഫോൺ ഉപയോഗിക്കരുത്. ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കുക. ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതെ ഇരിക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ടെറസിലോ മറ്റുയരമുള്ള സ്ഥലങ്ങളിലോ വൃക്ഷക്കൊമ്പിലോ ഇരിക്കുന്നത് അപകടകരമാണ്. വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. വാഹനത്തിനുള്ളിലാണെങ്കിൽ തുറസായ സ്ഥലത്ത് നിർത്തി ലോഹഭാഗങ്ങളിൽ സ്പർശിക്കാതെ ഇരിക്കണം. ഇടിമിന്നലുണ്ടാകുമ്പോൾ ജലാശയത്തിൽ ഇറങ്ങരുത്. കെട്ടിടങ്ങൾക്ക് മുകളിൽ മിന്നൽ ചാലകം സ്ഥാപിക്കണം. വൈദ്യുത ഉപകരണങ്ങളുടെ സുരക്ഷയ്ക്കായി
സർജ് പ്രൊട്ടക്ടർ ഘടിപ്പിക്കാം. വളർത്തുമൃഗങ്ങളെ തുറസായ സ്ഥലത്ത് ഈ സമയത്ത് കെട്ടരുത്. മഴമേഘം കാണുമ്പോൾ അവയെ അഴിക്കാൻ തുറസായ സ്ഥലത്തേക്ക് പോകരുത്. അരിവാൾ, കത്തി, കുട, ഗോൾഫ് സ്റ്റിക്ക്, ലോഹനിർമ്മിതമായ സാധനങ്ങളുമായുള്ള സാമീപ്യം ഒഴിവാക്കുക. ഇവയാണ് ഇടിമിന്നൽ ഉള്ള സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ജാഗ്രതാ നിർദ്ദേശങ്ങൾ. ഇനി ഇടിമിന്നലേറ്റാലുടനെ നൽകേണ്ട പ്രഥമ ശുശ്രൂഷകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മിന്നലിൻ്റെ ആഘാതത്താൽ പൊള്ളലേൽക്കുകയോ കാഴ്ചയോ കേൾവിയോ നഷ്ടമാകുകയോ ഹൃദയാഘാതം സംഭവിക്കുകയോ ചെയ്യാം. മിന്നലേറ്റ ആളിൻ്റെ ശരീരത്തിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാകില്ല. 30 സെക്കൻഡിനകം പ്രഥമ ശുശ്രൂഷ നൽകണം. മിന്നലേറ്റ് നിലത്ത് വീഴുന്ന വ്യക്തിയെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റി കിടത്തി തട്ടി വിളിക്കണം. മിന്നലിൻ്റെ ആഘാതത്താൽ പൊള്ളലേൽക്കുകയോ കാഴ്ചയ്ക്കോ കേൾവിയോ നഷ്ടമാവുകയോ ഹൃദയാഘാതം സംഭവിക്കുകയോ ചെയ്യാം. മിന്നലാഘാതമേറ്റ ആളിൻ്റെ ശരീരത്തിൽ വൈദ്യുത പ്രവാഹം ഇല്ല എന്ന് ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കുക. അതിനാൽ മിന്നലേറ്റ ആളിന് പ്രഥമ ശുശ്രൂഷ നൽകാൻ ഒരു കാരണവശാലും മടിക്കരുത്. മിന്നലേറ്റാൽ ആദ്യ 30 സെക്കൻഡ് ജീവൻ രക്ഷിക്കാനുള്ള സുവർണ നിമിഷങ്ങളാണ്. അവ മാക്സിമം ഉപയോഗിക്കുക. അബോധാവസ്ഥയിലാണെങ്കിൽ അപ്പോൾ തന്നെ ആംബുലൻസ് വിളിക്കണം. പ്രഥമ ശുശ്രൂഷ ചെയ്യുമ്പോഴേക്കും കാലതാമസം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ തന്നെ വിളിക്കേണ്ടത്. അബോധാവസ്ഥയിലാണെങ്കിൽ നേരെ കിടത്തി ഇടനെഞ്ചിൽ കൈകൊണ്ട് 30 തവണ വീതം അമർത്തണം. ചെസ്റ്റ് കംപ്രഷൻ എന്ന പേരിൽ ഇതറിയപ്പെടുന്നു. 30 തവണയ്ക്ക് ശേഷം 2 തവണ വായിലൂടെ ശ്വാസം നൽകണം. ഇടിമിന്നലിൻ്റെ ആഘാതത്തിൽ ഹൃദയത്തിൻ്റെ താളം തെറ്റി വിറയ്ക്കുന്നതും തലച്ചോറിലേക്കുള്ള വൈദ്യുത പ്രവാഹം നിലയ്ക്കുന്നതുമാണ് അബോധാവസ്ഥയ്ക്ക് കാരണം. നാഡിമിടിപ്പ് ഇല്ലാതിരിക്കുകയും അബോധാവസ്ഥയിലുമാണെങ്കിൽ കൃത്രിമ ശ്വാസം നൽകി വേണം ആശുപത്രിയിൽ എത്തിക്കേണ്ടത്. തട്ടി വിളിക്കുമ്പോൾ കണ്ണു തുറക്കുകയും ബോധം വീഴുകയും ചെയ്യുകയാണെങ്കിൽ കാര്യമായ കുഴപ്പമില്ല. എങ്കിലും ഉടൻ തന്നെ ആശുപത്രിയിൽ അയാളെ എത്തിക്കണം. മിന്നലേറ്റ് തെറിച്ചു വീഴുന്നവരുടെ കഴുത്തോ അസ്ഥികളോ ഒടിയാൻ സാധ്യതയുണ്ട്. സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. മുറിവുണ്ടെങ്കിൽ ബാൻഡേജ് കെട്ടണം. പൊള്ളലേറ്റാൽ ടാപ്പിൽ നിന്ന് 10 മിനിറ്റ് വെള്ളം, തണുത്ത ജലമല്ല, ഒഴിച്ചുകൊണ്ടേയിരിക്കണം. ഇവയാണ് മിന്നലേറ്റാൽ ഉടനെ തന്നെ നൽകേണ്ട പ്രഥമ ശുശ്രൂഷയിൽ ഉൾപ്പെടുന്നത്. നമ്മുടെ ചാനൽ ഏവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. ഉപകാരമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.